കുടുംബശ്രീക്കെതിരായ നിലപാടിൽ ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന് CPI. ഇടതുപക്ഷത്തിന്റെ ശൈലി ഇതല്ലെന്നും ഇതെന്ത് ഗവൺമെന്റ് ആണെന്നും ബിനോയ് വിശ്വം ചോദിച്ചു. CPIയെ ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ്. എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന CPI എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. CPIയുടെ എതിർപ്പ് അടുത്ത LDF യോഗത്തിൽ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ CPM ഒപ്പുവച്ചതിനെ നഖശികാന്തം എതിർക്കുകയാണ് CPI. ഘടകകക്ഷികൾക്കിടയിൽ വേണ്ടത്ര കൂടിയാലോചന നടത്താതെ എന്തിന് ഇത്ര അസ്വാഭാവികമായ തിരക്ക് കാട്ടിയെന്ന് ബിനോയ് വിശ്വം ചോദിച്ചു. മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് പോലും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്ന് GR അനിലിനെ അടുത്തിരുത്തി CPI സംസ്ഥാന സെക്രട്ടറി തുറന്നടിച്ചു. ആരോടും ആലോചിക്കാതെ ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDFന്റെ ശൈലി. LDF ഈ ശൈലി തിരുത്തിയേ മതിയാകൂ എന്നും ബിനോയ് വിശ്വം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലേക്ക് മാറുമ്പോൾ 2 വട്ടം ചിന്തിക്കണം. നയപരമായ വിഷയങ്ങളിൽ ആവശ്യമായ ചർച്ചയാണ് ശൈലി മാറ്റമെന്നും ബിനോയ് വിശ്വം. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തില്ല എങ്കിൽ കാത്തിരുന്ന് കാണാമെന്നും CPI സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. ഇതാകരുത് LDFന്റെ ശൈലി. ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി എക്സിക്യൂട്ടീവ് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. LDF കൺവീനർക്ക് കൊടുത്ത കത്തിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും CPIയുടെ തുടർ നീക്കം. CPM തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് CPI ദേശീയ സെക്രട്ടറി D. രാജ ആവശ്യപ്പെട്ടു. We are opposed to that MOU and we are demanding that government should withdraw from that and this is not acceptable to CPI and acceptable to the other left parties also. ഒപ്പിട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞത് LDFിലെ ചർച്ചയില്ലായ്മയെക്കുറിച്ചാണെന്ന് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു. മന്ത്രിസഭയിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് നോക്കാമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. മീഡിയ 1 തിരുവനന്തപുരം.